എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് BNSൻ്റെ 8ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ 7 മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ട്, ചെക്ക് ചെയ്യണം, എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാതെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, BNS 2023 ഏത് വകുപ്പ് പ്രകാരമാണ് നിയമവിരുദ്ധമായ സംഘം ചേരൽ നിർവചിച്ചിരിക്കുന്നത്? ഏത് സെക്ഷനിലാണ് നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 189 സെക്ഷൻ 189 നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. എന്താണ് നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുലക്ഷ്യത്തോടെ 5 അതിലധികമോ ആളുകൾ ഒത്തുചേരുന്നതിനെയാണ് നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ 189. രണ്ടാമത്തെ ചോദ്യം നോക്കാം. BNS 2023 സെക്ഷൻ 189 പ്രകാരം നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്ന് കണക്കാക്കണമെങ്കിൽ കുറഞ്ഞത് എത്ര വ്യക്തികളുടെ ഒത്തുചേരൽ ഉണ്ടായിരിക്കണം? നമ്മളിപ്പോൾ നിർവചനം പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞു എത്ര പേരായിരുന്നു? 5 അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി 5 അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കുന്നതിലാണ് നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്ന് സെക്ഷൻ 189 പ്രകാരം പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആദ്യ നിയമവിരുദ്ധമല്ലാതിരുന്ന ഒരു സാധാരണ സമ്മേളനം സാഹചര്യങ്ങൾ കൊണ്ട് പിന്നീട് ഒരു നിയമവിരുദ്ധ സമ്മേളനമായി മാറാൻ സാധിക്കുമോ? ഏതാണ് ശരിയായ ആൻസർ? ഓപ്ഷൻ ബി നിയമപരമായി സാധിക്കും. സെക്ഷൻ 180 ഇത് വ്യക്തമാക്കുന്നുണ്ട്. 189 എന്താണ് പറയുന്നത്? 189 പറയുന്നത് നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ചിട്ടാണ്. 5 അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആദ്യം നിയമവിരുദ്ധമല്ലാതിരുന്ന ഒരു സാധാരണ സമ്മേളനം സാഹചര്യങ്ങൾ കൊണ്ട് പിന്നീട് നിയമവിരുദ്ധ സമ്മേളനമായി മാറാൻ സാധിക്കും. ഇത്ര ഓർത്ത് വെക്കുക കേട്ടോ. സെക്ഷൻ 189. നാലാമത്തെ ചോദ്യം, നിയമവിരുദ്ധമായ നിയമവിരുദ്ധ സംഘത്തിലെ അംഗങ്ങൾ ഒരു പൊതുലക്ഷ്യത്തിനായി ബലപ്രയോഗമോ ആക്രമോ അയച്ചുവിട്ടാൽ അവർ താഴെ പറയുന്ന ഏത് കുറ്റമാണ് ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി കലാപം. ഓപ്ഷൻ ബി കലാപമാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കലാപം പഠിക്കുമ്പോൾ അതിൻ്റെ സെക്ഷൻ കൂടി പഠിച്ചു വെക്കുക. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 191. കലാപത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 191. ഇത് പഠിക്കുമ്പോൾ 2 ശിക്ഷകളുണ്ട്. എങ്ങനെയൊക്കെ വരുന്നത്? ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് കലാപം ചെയ്യുന്ന അല്ലെങ്കിൽ കലാപം നടത്തിയതിന് കുറ്റക്കാരനായ വ്യക്തികൾക്ക് 2 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴ ശിക്ഷയും കിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. ഓക്കെ, ഈ കലാപം നടത്തുന്ന ഇടയിൽ മാരക ആയുധങ്ങളോ അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന ആയുധങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ശിക്ഷ മാറും. ഓക്കെ, അപ്പൊ എത്രയാണ്? 5 വർഷം വരെ തടവും പ്ലസ് പിഴയുമായിരിക്കും ലഭിക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ അല്ലേ? അപ്പൊ 191 പറയുന്നത് കലാപത്തെ കുറിച്ചാണ്. കലാപം 191. 2 ശിക്ഷ രീതികളുണ്ട്. ഒന്ന്, കലാപം ചെയ്യുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷ 2 വർഷം വരെ തടവും പ്ലസ് പിഴയും ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടിയും. അതുപോലെ തന്നെ കലാപം ചെയ്യുന്ന സമയത്ത് കയ്യിൽ മാരക ആയുധങ്ങളോ അല്ലെങ്കിൽ മരണത്തിന് കാരണമാകാവുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശിക്ഷ മാറും. 5 വർഷം വരെ തടവും പിഴയുമായിരിക്കും. ഓക്കെ അല്ലേ? 191 കലാപം, 189 നിയമവിരുദ്ധമായ സംഘം ചേരൽ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. മാരകമായ ആയുധങ്ങളോ അല്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ച് കലാപം നടത്തുന്നവർക്ക് BNS സെക്ഷൻ 191(3) പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ? ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു, ശിക്ഷ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ആ ശിക്ഷയാണ് ഇതിൽ ചോദിച്ചത്. എത്രയാണ്? കയ്യിൽ എന്താണ് പ്രത്യേകത? മാരക ആയുധങ്ങളുണ്ട്, അതുപോലെ തന്നെ മരണകാരണത്തിനാവുന്ന മറ്റ് ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ശിക്ഷ? 2 വർഷം ആയിരിക്കുമോ? അല്ല, 2 വർഷമല്ല. എത്രയാണ്? ഓപ്ഷൻ സി 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ പിഴയോ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. സെറ്റല്ലേ? ആറാമത്തെ ചോദ്യം നോക്കാം. XY എന്നീ 2 വ്യക്തികൾ ഒരു പൊതുമാർക്കറ്റിൽ വെച്ച് പരസ്യമായി അടിപിടി കൂടുകയും അത് കാരണം അവിടുത്തെ പൊതുസമാധാനം തകരുകയും ചെയ്തു. BNS സെക്ഷൻ 194 പ്രകാരം ഇവർ ചെയ്ത കുറ്റം എന്താണ്? ഏതാണ് ഇവർ ചെയ്ത കുറ്റം? ഓപ്ഷൻ സി കലഹമാണ് അല്ലേ?
കലാപമല്ല. കലാപമാണെങ്കിൽ എങ്ങനെ വരണം? കലാപമാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു, കലാപമാണെങ്കിൽ എന്തായിരിക്കണം? നിയമവിരുദ്ധ സംഘത്തിലെ അംഗങ്ങൾ ഒരു പൊതുലക്ഷ്യത്തിനായിട്ട് ബലപ്രയോഗമോ ആക്രമോ അയച്ചുവിടൽ ഉണ്ടായാലാണ് അതെന്താണെന്ന് പറയാൻ പറ്റുക? കലാപം എന്ന് പറയാൻ പറ്റുക. ഇവിടെ എന്താണ്? രണ്ട് വ്യക്തികളാണ് പൊതുമാർക്കറ്റിൽ വെച്ചിട്ട് പരസ്യമായിട്ട് അടിപിടി ഉണ്ടാക്കി ആ പൊതുമാർക്കറ്റിൽ പൊതുസമാധാനം തകർന്നു. അതാവുമ്പോൾ എന്താണ്? കലഹമാണ്. കലഹത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? BNS സെക്ഷൻ 194 194 കലഹം, 191 കലാപം, 189 നിയമവിരുദ്ധമായ സംഘം ചേരൽ. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം, പൊതുസ്ഥലത്ത് വെച്ച് കലഹം നടത്തുന്ന വ്യക്തികൾക്ക് BNS സെക്ഷൻ 194(2) പ്രകാരം നൽകാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി, 1 മാസം വരെ ആകാവുന്ന തടവോ 1000 രൂപ വരെ പിഴയോ. അപ്പൊ നമ്മൾ പഠിച്ചു 194 എന്തിനെ കുറിച്ചാണ്? 194 കലഹമാണ്. 194 കലഹമാണ്. കലഹം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 1 മാസം വരെ ആകാവുന്ന തടവോ 1000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ അല്ലേ? സെക്ഷൻ 191 പഠിച്ചു, കലാപം. 194 പഠിച്ചു, കലഹം. പിന്നെ പഠിച്ചു 189 പഠിച്ചു, നിയമവിരുദ്ധമായ സംഘം ചേരൽ. ഓർക്കണം, റിവിഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, നല്ല സെക്ഷൻസ് ഓർമ്മ ഉണ്ടായിരിക്കുള്ളൂ. എട്ടാമത്തെ ചോദ്യം, ഒരു സ്ഥലത്തുണ്ടായ കലാപം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കർത്തവ്യം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ BNS സെക്ഷൻ 195(1) പ്രകാരം ലഭിക്കുന്ന കുറഞ്ഞ പിഴ ശിക്ഷ എത്രയാണ്? എന്താണ് സെക്ഷൻ 195 പറയുന്നത് നമുക്കറിയണം. എന്താണ് പറയുന്നത്? സെക്ഷൻ 195 പറയുന്നത് കലാപം അടിച്ചമർത്തുമ്പോൾ പൊതുസേവകനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്താണ് കർത്തവ്യത്തിൽ തടസ്സപ്പെടുത്തുക, അല്ലെ, ജോലി ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 195 പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവോ 25,000 രൂപയിൽ കുറയാത്ത അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ലഭിക്കുക. 3 വർഷം തടവ്, അല്ലെ, 3 വർഷം തടവും 3 വർഷം വരെ ആവുന്ന തടവും 25,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ് ലഭിക്കുക. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് BNS സെക്ഷൻ 195(1) പ്രകാരം ലഭിക്കുന്ന കുറഞ്ഞ പിഴ ശിക്ഷ എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? പിഴയാണ് ചോദിച്ചത്. എത്രയാണ്? 25,000 രൂപയിൽ കുറയാത്ത പിഴ, അല്ലേ? ഓക്കെ അല്ലേ? ചോദ്യം മനസ്സിലായില്ലേ? പിഴ മാത്രമാണ് ചോദിച്ചത്, എത്ര തടവ് ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. തടവും കൂടി ഉണ്ട് ഈ ശിക്ഷയ്ക്ക് എന്ന് ഓർത്ത് വെക്കുക. എത്രയാണ്? 3 വർഷമാണ് തടവ്. 9ാമത്തെ ചോദ്യം നോക്കാം. സോഷ്യൽ മീഡിയയിലൂടെയോ എഴുത്തിലൂടെയോ വ്യത്യസ്ത മതങ്ങൾ, ജാതികൾ, ഭാഷാ ഗ്രൂപ്പുകൾ എന്നിവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താൻ ശ്രമിക്കുന്ന ഒരാൾക്കെതിരെ BNSലെ ഏത് വകുപ്പ് പ്രകാരമാണ് നടപടിയെടുക്കുക? ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 196 പ്രകാരമാണ്. 196 എന്താണ് പറയുന്നത്? 196 പറയുന്നത് മതം, വംശം, ജന്മസ്ഥലം, വാസസ്ഥലം, അതുപോലെ തന്നെ ഭാഷ മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയും ഐക്യത്തിന്റെ നിലനിൽപ്പിനെ ദോഷം വരുത്തുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് സെക്ഷൻ 196 പറയുന്നത്. ഇതിനുള്ള ശിക്ഷ എന്താണ്? ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ ആവുന്ന തടവും അതുപോലെ തന്നെ പ്ലസ് പിഴ ശിക്ഷയുമാണ് ലഭിക്കുക. ഓക്കെ അല്ലേ? 3 വർഷം വരെ ആകാവുന്ന തടവും പ്ലസ് പിഴ ശിക്ഷയും അല്ലെങ്കിൽ രണ്ടും കൂടിയും ലഭിക്കും. അപ്പൊ 196 ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, BNS ഏത് അധ്യായത്തിലാണ് സേവകർ ചെയ്യുന്നതോ അവരെ സംബന്ധിക്കുന്നതോ ആയ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് അധ്യായത്തിലാണ്? ഓപ്ഷൻ സി ആണ്. അധ്യായം 12ലാണ്. അധ്യായം 12 എത്ര സെക്ഷൻസ് പറയുന്നുണ്ട്? എത്ര മുതൽ എത്ര വരെയാണ്? അധ്യായം 12 പറയുന്നത് 198 മുതൽ 205 വരെയാണ് കേട്ടോ. 198 മുതൽ 205 വരെയുള്ള സെക്ഷൻസുകളാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? പൊതുസേവകൻ മുഖേനയോ ബന്ധപ്പെട്ടതോ ആയ കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് അധ്യായം 12 പറയുന്നത്. സെക്ഷൻസ് 198 മുതൽ 205 വരെയാണ്. ഇത്ര കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക.
11ാമത്തെ ചോദ്യം നോക്കാം. കോടതി വിധി പ്രകാരം ബി എന്ന വ്യക്തിക്ക് അനുകൂലമായി സ്വത്ത് ഏറ്റെടുത്ത് നൽകാൻ നിയമപരമായി ബാധ്യസ്ഥനായ എ എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ബിന് സാമ്പത്തിക നഷ്ടമോ പരിക്കോ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം ആ കോടതി വിധി അനുസരിക്കാതിരിക്കുന്നു. ബി എന്ന സെക്ഷൻ 198 പ്രകാരം എ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ്? അപ്പോൾ എന്താണ് സെക്ഷൻ 198 എന്നറിയണം. എന്താണ് സെക്ഷൻ 198? 198 പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്ക് പരിക്കേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പൊതുപ്രവർത്തകൻ നിയമം ലംഘിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 198 പറയുന്നത്. ഓക്കെ, അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സെക്ഷൻ 198 എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ശിക്ഷയും പഠിച്ചു വെക്കണം. ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയും. 12ാമത്തെ ചോദ്യം നോക്കുക. അതിനു മുമ്പ് നമുക്കൊന്ന് റിവിഷൻ അടിച്ചാലോ. ഇതുവരെ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? 1ാമത്തെ സെക്ഷൻ നോക്കാം. ഏതാണ്? ഫസ്റ്റ് പഠിച്ച സെക്ഷൻ ആയിരുന്നു 189 പഠിച്ചു. 189 എന്തായിരുന്നു? നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ചിട്ടാണ് 189. പിന്നെ 191 പഠിച്ചു. ഏതായിരുന്നു? കലാപമായിരുന്നു അല്ലേ? കലാപം. പിന്നെ നമ്മൾ 194 പഠിച്ചു. കലഹമായിരുന്നു. പിന്നെ പഠിച്ചത് ഏതായിരുന്നു? 195 കലാപം സംഭവിക്കുന്ന അല്ലെങ്കിൽ കലാപം അടിച്ചമർത്തുമ്പോൾ പൊതുസേവകനെ ആക്രമിക്കുകയോ അയാളുടെ ജോലി തടസ്സപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് 195. ഇത്രയല്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. പിന്നെ നമ്മൾ 196 പഠിച്ചു അല്ലേ? 196 എന്തായിരുന്നു? മതം, വംശം, ജാതി, അതുപോലെ തന്നെ വാസലം, ഭാഷ മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക അല്ലെങ്കിൽ ഐക്യത്തിന് നിലനിൽപ്പിന് ദോഷം വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നതാണ് 196. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കല്ലേ. 12ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഒരു പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO തന്റെ പരിധിയിൽ നടന്ന ഗുരുതരമായ ഒരു ക്വസൈനബിൾ കുറ്റത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടും നിയമപ്രകാരം അത് FIR ആയി രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു. BNS സെക്ഷൻ 199 പ്രകാരം ഈ ഉദ്യോഗസ്ഥന് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ സി 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 2 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും പിഴയുമാണ്. ഓക്കെ അല്ലേ? എന്താണ് സെക്ഷൻ 199 പറയുന്നത്? പൊതുസേവകൻ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കൽ. ഓക്കെ, പൊതുസേവകൻ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കലിനെ കുറിച്ചാണ് സെക്ഷൻ 199 പറയുന്നത്. അതിനുള്ള ഒരു റിയൽ എക്സാമ്പിൾ ആണ് മുകളിലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ തന്റെ പരിധിയിൽ നടന്ന ഗുരുതരമായ ഒരു ക്വസൈനബിൾ കുറ്റത്തെക്കുറിച്ച് എന്താണ് വിവരം ലഭിച്ചിട്ടും അത് നിയമപ്രകാരം അത് FIR ഇടുന്നില്ല അയാള്. ഓക്കെ, അതുകൊണ്ട് അത് തെറ്റല്ല ശരിക്കും. ഓക്കെ, അതിനെക്കുറിച്ചാണ് BNS സെക്ഷൻ 199 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 2 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും പിഴയുമാണ്. 13ാമത്തെ ചോദ്യം നോക്കാം. ഒരു അപകടത്തിലോ കുറ്റകൃത്യത്തിലോ പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച ഇരയായ വ്യക്തിക്ക് അവിടുത്തെ ചുമതലക്കാരനായ ഡോക്ടർ കൃത്യമായ ചികിത്സ നൽകാതെ നിരസിക്കുന്നു. BNS സെക്ഷൻ 200 പ്രകാരം ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കുന്ന ആശുപത്രി അധികൃതർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണോ? അതോ 3 വർഷം തടവാണോ? അതോ ലൈസൻസ് റദ്ദാക്കലാണോ? ശിക്ഷാർഹമല്ല. ഏതാണ് ശരിയായ ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലേ? 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും. BNS സെക്ഷൻ 200 എന്താണ് പറയുന്നത്? കുറ്റകൃത്യത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് ചികിത്സ നിഷേധിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. എത്രയാണ് ശിക്ഷ? 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും. 14ാമത്തെ ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം, ഒരു ഔദ്യോഗിക രേഖയോ ഇലക്ട്രോണിക് രേഖയോ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ആ രേഖ തെറ്റായ രീതിയിൽ ചമയ്ക്കുന്നു. BNS സെക്ഷൻ 201 പ്രകാരം ഇതിനുള്ള ശിക്ഷ എത്രയാണ്? BNS സെക്ഷൻ 201 പ്രകാരമുള്ള ശിക്ഷ എത്രയാണെന്ന ചോദ്യം. എത്രയാണ്? ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. BNS സെക്ഷൻ 201 എന്താണ് പറയുന്നത്?
പൊതുസേവകൻ പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തെറ്റായ രേഖ തയ്യാറാക്കലിനെ കുറിച്ചിട്ടാണ് 201 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഓക്കെ അല്ലേ? 15ാമത്തെ ചോദ്യം നോക്കാം. പൊതുസേവകൻ നിയമവിരുദ്ധമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? പൊതുസേവകൻ നിയമവിരുദ്ധമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 202 ആണ്. 202 പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അറിയോ? 202 എന്ന് പറയുന്നത് പൊതുസേവകൻ നിയമവിരുദ്ധമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവും പ്ലസ് പിഴ ശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടിയും. ഇതിനെ വേറൊരു ശിക്ഷയും കൂടി പറയുന്നുണ്ട്. BNS 202 വേറൊരു ശിക്ഷയും കൂടി പറയുന്നുണ്ട്, കമ്മ്യൂണിറ്റി സേവനം. ഓക്കെ അല്ലേ? BNS 2023 പുതുതായി കൂട്ടിച്ചേർത്തല്ലേ കമ്മ്യൂണിറ്റി സേവനം. അപ്പൊ അത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. BNS സെക്ഷൻ 202 എക്സ്ട്രാ ആയിട്ട് കമ്മ്യൂണിറ്റി സേവനം കൊടുക്കാനുള്ള ഇതുള്ളത് കേട്ടോ. പൊതുസേവകൻ നിയമവിരുദ്ധമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷയാണ് 1 വർഷം വരെ തടവ് പ്ലസ് പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടിയും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സേവനം. ഓർക്കണം, BNS സെക്ഷൻ 202 ആണ്. സർക്കാർ നിയമപ്രകാരം 16ാമത്തെ ചോദ്യമാണ്. സർക്കാർ നിയമപ്രകാരം മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉണ്ടായിട്ടും ഒരു പൊതു സേവകൻ നിയമവിരുദ്ധമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നു. BNS സെക്ഷൻ 202 പ്രകാരം, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ, 202 പ്രകാരം തടവിനും പിഴയ്ക്കും പുറമെ നൽകാൻ കഴിയുന്ന പുതുക്കിയ ശിക്ഷാ രീതി ഏതാണ്? ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി സേവനം. BNS സെക്ഷൻ 202 കേട്ടോ പറയുന്നത്. ഓർക്കണം, 202 കമ്മ്യൂണിറ്റി സേവനത്തെ കുറിച്ച് പറയുന്നത്. 17ാമത്തെ ചോദ്യം നോക്കാം. ഒരു വില്ലേജ് ഓഫീസർ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നിയമപരമായി തനിക്ക് വാങ്ങാൻ അധികാരമില്ലാത്ത ഒരു ഭൂമി സ്വന്തം പേരിലോ ബനാമി പേരിലോ ലേലം വിളിച്ചെടുക്കുന്നു. BNS സെക്ഷൻ 203 പ്രകാരം ഈ പൊതുസേവകന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഏതാണ് കിട്ടുക? ഓപ്ഷൻ ബി 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും കിട്ടും അല്ലെ. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? ആ വസ്തു കണ്ടുകെട്ടുകയും ചെയ്യും. സ്വത്താണെങ്കിൽ സ്വത്ത്, വസ്തുവാണെങ്കിൽ വസ്തു കണ്ടുകെട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് 203 പറയുന്നത്? 203 പറയുന്നത് പൊതുസേവകൻ നിയമവിരുദ്ധമായിട്ട് സ്വത്ത് വാങ്ങുകയോ ലേലം വിളിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 203 പറയുന്നത്. BNS സെക്ഷൻ 203 പറയുന്നത് പൊതുസേവകൻ നിയമവിരുദ്ധമായിട്ട് സ്വത്ത് വാങ്ങുകയോ ലേലം വിളിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? 18ാമത്തെ ചോദ്യം. എക്സ് എന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി താൻ ഒരു വിജിലൻസ് ഓഫീസർ ആണെന്ന് വ്യാജമായിട്ട് ചമഞ്ഞ് ഒരു കടയിൽ കയറി പരിശോധന നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. BNS സെക്ഷൻ 204 പ്രകാരം ആൾമാറാട്ടം നടത്തിയ എക്സിന് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ നീളാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ ഏതാണ് പറയുന്നത്? 204 എന്താണ് പറയുന്നത്? പൊതുസേവകനായിട്ട് ആൾമാറാട്ടം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 204 പറയുന്നത്. അപ്പൊ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ നീളാവുന്നതുമായ തടവും പിഴയും ലഭിക്കും. 19ാമത്തെ ചോദ്യം നോക്കുക. ഒരു പ്രത്യേക വിഭാഗം പൊതുസേവകൻ അല്ലാതിരുന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പൊതുസേവകർ ഉപയോഗിക്കുന്ന തരം ഔദ്യോഗിക ടോക്കണുകളോ അതുപോലെ തന്നെ ബാഡ്ജുകളോ കൈവശം വെക്കുന്നത് BNS ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത്? വഞ്ചനപരമായ ഉദ്ദേശത്തോടെ പൊതുസേവകൻ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിക്കുകയോ ടോക്കൺ കൈവശം വെക്കുകയോ ചെയ്യുന്നത് സംബന്ധിച്ച് പറയുന്ന BNS വകുപ്പ് ഏതാണെന്ന ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി സെക്ഷൻ 205 ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? അതായത് വസ്ത്രം ധരിച്ച, അല്ലെങ്കിൽ പോലീസ് ആണെങ്കിൽ ആ പോലീസിന്റെ വസ്ത്രം ധരിച്ച് ആൾമാറാട്ടം നടത്തുക അല്ലെ, അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 മാസം വരെ തടവോ 5000 രൂപ വരെ പിഴയോ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 20ാമത്തെ ചോദ്യം നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരാൾ താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വഞ്ചനപരമായ ഉദ്ദേശത്തോടെ കേരള പോലീസിന്റെ യൂണിഫോമിന് സമാനമായ വസ്ത്രം ധരിച്ച് പൊതുസ്ഥലത്ത് ഇറങ്ങുന്നു.
BNS സെക്ഷൻ 205 പ്രകാരം ഇയാൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഓപ്ഷൻ ബി 3 മാസം വരെ തടവോ 5000 രൂപ വരെ പിഴയോ ആയിരിക്കും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സെക്ഷൻസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കില്ലേ? സെക്ഷൻസ് മാത്രം നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയത് അല്ലേ? ഒന്നാമത്തെ പഠിച്ചത് ഏതായിരുന്നു? 189 പഠിച്ചു. 189 എന്തായിരുന്നു? നിയമവിരുദ്ധമായ സംഘം ചേരലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 191 പഠിച്ചു. എന്തായിരുന്നു? കലാപത്തെ കുറിച്ചാണ് പറയുന്നത്. 194 പഠിച്ചു. എന്തായിരുന്നു? കലഹത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പഠിച്ചത് ഏതായിരുന്നു? 195 പഠിച്ചു. 195 എന്തായിരുന്നു? കലാപം അടിച്ചമർത്തുമ്പോൾ എന്താണ് ഒരു പൊതുസേവകനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ജോലി തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ് 195 പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം 196 പഠിച്ചു അല്ലേ? 196 എന്തായിരുന്നു? മതം, വംശം, ജന്മസ്ഥലം, വാസസ്ഥലം, അതുപോലെ തന്നെ ഭാഷ മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശത്രുത വളർത്തുക അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് 196 പറയുന്നത്. പിന്നെ പഠിച്ചതാ 198 പഠിച്ചു അല്ലേ? 198 അതിനിടയിൽ പിന്നെ എന്ത് പഠിച്ചു? മറ്റേ പൊതുസേവകൻ മുഖേനയോ ബന്ധപ്പെട്ടതോ ആയ കുറ്റകൃത്യങ്ങളെ പറയുന്ന അധ്യായം 12 പഠിച്ചു. 198 മുതൽ 205 വരെയാണ് സെക്ഷൻസ് പഠിച്ചു. അതിലാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് 198 പഠിച്ചു. അതിൽ ആ 198 എന്ന് പറയുന്നത് ഏതായിരുന്നു? ഏതെങ്കിലും വ്യക്തിക്ക് പരിക്കേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പൊതുപ്രവർത്തകൻ നിയമം ലംഘിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 198 പറയുന്നത്. അതുപോലെ തന്നെ 199 പഠിച്ചു. എന്തായിരുന്നു 199? 199 പറയുന്നത് പൊതുസേവകൻ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കൽ, അതാണ് 199. പിന്നെ 200 പഠിച്ചു. 200 എന്തായിരുന്നു? കുറ്റകൃത്യത്തിനെതിരായ വ്യക്തിക്ക് ചികിത്സ നിശ്ചയിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു വന്ന വ്യക്തിക്കെതിരെ അവിടുത്തെ ഡോക്ടർ ചികിത്സ നിഷേധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് 200 പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? 202 പഠിച്ചു. അതുപോലെ തന്നെ 201 പഠിച്ചു, തെറ്റായ രേഖ തയ്യാറാക്കൽ. 202 എന്തായിരുന്നു? പൊതുസേവകൻ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് 202. 203 എന്തായിരുന്നു? 203 എന്ന് പറയുന്നത് പൊതുസേവകൻ നിയമവിരുദ്ധമായിട്ട് സ്വത്ത് വാങ്ങുകയോ ലേലം ചെയ്യുകയോ കുറിച്ചിട്ടാണ് 203. പിന്നെ 204 205. 204 എന്ന് പറയുന്നത് ആൾമാറാട്ടം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. 205 എന്ന് പറയുന്നത് യൂണിഫോം അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുക, ടോക്കൺ കൈവശം വെക്കുക, ഒരു പൊതുസേവകന്റെ യൂണിഫോം ധരിക്കുക അല്ലെങ്കിൽ ടോക്കൺ കൈവശം വെക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു 205 പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷൻസ്, വകുപ്പുകൾ, ശിക്ഷകളൊക്കെ നമ്മൾ ഓരോന്നും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷും മലയാളം മാത്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ 50 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ ബാക്കിയുള്ള GK പോർഷൻസ് PYക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.